എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കാണാണ്ട് പോയ തവള കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പുതിയ ആളാണ്. നമ്മുടെ സൈക്കിൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നല്ലോ, ലാബ്. അപ്പൊ ചേച്ചിയുടെ പേരെന്താന്ന് വെച്ചാൽ ഗോപിക അല്ലേ? എത്രയിലാണ്? എട്ടിലെട്ട്. അപ്പൊ ഞങ്ങളൊക്കെ ആറിലേട്ട് ജയിച്ചു കിട്ടോ, അത് വേറെ കാര്യം അല്ലേ? നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എടുക്കടാ, ചലഞ്ചിലെ ഒരു മെയിൻ സാധനമാണിത്. എന്താണെന്നായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ കൊറേ സംഭവം എഴുതിയിട്ടിട്ടുണ്ടല്ലേ? പണികളാണോ? പണികളാണ്. നല്ലതുണ്ട് പണികളും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മറ്റേ ഒരു ഡേയ്സ് ഒരു ഡേയ്സ് ഉണ്ട് നമ്മൾ. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് കറക്കി പൊട്ട സാധനം മിണ്ടാണ്ടിരുന്നു. അപ്പൊ ഇവൻ കീരി, നീ പാമ്പിന് കൊത്തിയ ചത്തു അല്ല. നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞോളാം നിന്റെ പേര്. അപ്പൊ നമ്മള് ഡേയ്സ് പൊട്ടിപ്പൊളി കുഞ്ഞല്ല. അപ്പൊ നമ്മള് ഡേയ്സ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇടും അല്ലേ? അല്ല, ആദ്യം നമ്മൾ വെച്ച് നോക്കും. അതിൽ ആരാണ് ആദ്യം ഔട്ട് ആവുന്നത് അവരായിരിക്കും ഒന്നാമത്തെ നമ്പർ, സെക്കൻഡ് ഔട്ട് ആവുന്നതായിരിക്കും രണ്ടാമത്തെ നമ്പർ, തേർഡ് ഔട്ട് ആവുന്നതായിരിക്കും മൂന്നാമത്തെ നമ്പർ. അപ്പൊ നമ്മളിങ്ങനെ ഡേയ്സ് ഇടും അല്ലേ? ഡേയ്സ് ഇട്ടിട്ട് ബാക്കി എനിക്കറിയില്ല, നീ പറഞ്ഞ ബാക്കി എനിക്കറിയില്ല. ആഹാ, അങ്ങനെ ഡേയ്സ് ഇട്ടിട്ട് നമ്മളെ ഇതിൽ ഒന്നാണ് ഇപ്പൊ വരുന്നെങ്കില് അണ്ണാച്ചി തവളയല്ലേ ഇങ്ങനെ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഡേയ്സ് ഇടോണ്ട് ഒരു നമ്പർ ഒന്നാണ് വരുന്നെങ്കിൽ ആ ഒന്നാമത്തെ ആൾ എടുക്കണം അല്ലേ? രണ്ടാണ് വരുന്നെങ്കിൽ രണ്ട്, മൂന്നാണെ മൂന്ന്, അങ്ങനെ എടുക്കണം. അപ്പൊ അതാണ് ചലഞ്ച്. അതില് അത് വെച്ച് നോക്കണം. അപ്പൊ നമ്മുടെ അമ്മയുണ്ട് കൂടത്തിൽ. അല്ല, അമ്മനെ കാണിക്കുന്നില്ല. അമ്മ പുറകെ നിൽപ്പുണ്ടെന്ന് ഉദ്ദേശിച്ചത്. വേറൊരാളുണ്ട് പുറയിൽ. നാണക്കേടാണ്, ഓടുവാണ്. ഞാനടുത്ത് കളിക്കാമെന്ന് പക്ഷെ വീഡിയോ എടുക്കാൻ പോടി. അതെ, നാണം കെടുത്തി നിൽക്കാൻ. നാണം കെടുത്തിയാ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ഗിഫ്റ്റ് ഒക്കെ ഇല്ലേ? അതെ. ചേച്ചിയുടെ അച്ഛൻ കണ്ടപ്പോ കുട്ടുവിന് സഹിച്ചില്ല. ഇവിടെ ഒരു പട്ടി ഉണ്ട് കേട്ടോ, ആ കുട്ടു. ഞാൻ തന്നോളാം. ഇവിടെ എന്റെ ഫ്രണ്ടിൽ നിന്ന് കുറയ്ക്കുമല്ലേ? നീ വാഴയുടെ എന്നാടാ. ഇപ്പൊ 3 പേരായി സീനാണ്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ നിങ്ങൾക്ക് കാണാം. ഹേ, മിണ്ടരുത്. അപ്പം വഴിയെ കാണാം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഞാൻ പോയി. ഞാൻ 2. അപ്പൊ ചേച്ചി 3. അപ്പൊ 1, 2, 3 നമ്പർ. അപ്പൊ ഇട്ടാലോ? നമ്മൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഈ 4, 5, 6 വീണ നമ്മൾ വീണ്ടും ഒന്നുകൂടി കളിക്കും. കാരണം അത്ര ആൾക്കാർ നമ്മുടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇടാം. ചേട്ടയാണ് ഇടറേ, ഇട്ടോ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. 6 കൂടെ ഇട്. 6 വെച്ചാ 3 തുല്യമാണ്. അത് കുഴപ്പമില്ല. എടുക്കട്ടെ? ഞാനാ എടുത്താ ഗൈസ്. അപ്പൊ നമുക്ക് 2 വീണിട്ടുണ്ട്. 2 ഞാനാണ്. എടുക്കുവാണ്. പൊട്ടിയാണ്. ഇങ്ങനെ കാത്തോണ്ട് നല്ലത് കിട്ടും. തവളയായിരിക്കോ? തവള എന്താ അമ്മ എഴുതിയതല്ലേ? ഇത് ഇടണ്ടല്ലോ. അത് ഏറ്റില്ല. ഞാൻ തവള ചാടാൻ പോവുകയാണ്. എനിക്ക് ചാടാൻ അധികം കഴിവില്ല. മതി ചേട്ടായി നിക്കണം അത്രന്ന് പറഞ്ഞു. തവള ഓടുന്നു നിന്നെ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിടാം. ഡേയ്സിട്ടോ ഇടാൻ പോകുന്നു കേട്ടോ. 3 മഞ്ഞപ്പട്ടാളാണ് 3.
മുളക് 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 കഴിക്കണം. എരിവ് പറ്റിയല്ലാത്തോണ്ട് അത് കുഴപ്പമില്ല. എന്തൊക്കെ പറയാൻ നടക്കില്ല. പക്ഷേ ഉണ്ടമുളകാണ്. ഉണ്ടമുളയല്ല, ഒരു പകുതിയോളം കഴിച്ചാൽ അത് കഴിക്കണം. തുപ്പണോ? തുപ്പാൻ പറ്റില്ല. മുളകിന്റെ പച്ചമണം മൂക്കിലേട്ടങ്ങ് അടിച്ച് കേറുന്നു. നമ്മൾ അടുത്ത് ഇടാൻ പോട്ടോ. യാരത് ഞാൻ തന്നെ. ഇതെന്നാണ് മുരടിച്ചു പോകത്തുള്ളൂ. മുരടിച്ചു പോകും. പ്രാവശ്യം തവളചാട്ടാവരുത്. ആട് ഇതെന്താണ്? ഞാൻ മൃഗസ്നേഹിയോ? ആട് വരാൻ പോവാണ്. അത് ഉമ്മേനെ ശരിയായില്ലേ? 2 ചിരി വരണ എല്ലാരോടും ഇങ്ങനെ എന്നെ നോക്കുമ്പോ. അത് വണ്ടി സ്റ്റാർട്ട് ആക്കണ പോലെ ഉണ്ട്. ഞാൻ കരട്ടെ അല്ലേ? നിന്റെ അത്രയും ബോധക്കുറവില്ലല്ലോ എനിക്കില്ല. ചളി വേണം. ചെളി ചെളി എന്താ? നീ തവള. ഓക്കെ, അപ്പൊ അടുത്ത ഡേയ്സ് ഇട്ടോ. ഇനിയെങ്കിലും കുഞ്ഞൂന് കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അടുത്തിടുവാണ്. 4 ഗൈസ്, നമുക്കൊരു കളി ചെയ്യാം. നമ്മുടെ ഇതില് ഒന്നിന് എത്രയാ? അല്ല, 4. 1 4 ആണ്. 1 വീണാലും 4 വീണാലും 1-നാണ് വീഴുന്നത്. ഇനി 2 വീണാലും 3 അല്ല 5 വീണാലും എനിക്കാണ്. ഇനി 3 വീണാലും 6 വീണാലും ചേച്ചിക്കാണ്. അപ്പൊ എനിക്കോ? നിനക്ക് 4. 1 വീണാലും 4 വീണാലും ഒന്നുകൂടി ഇടുവാണ്. ആ വിളിക്കല്ലേ ഈ ചേർപ്പോ. ഓക്കെ കേട്ടോ. ഓ, നമ്മുടെ തവളക്ക് കിട്ടിയിട്ടുണ്ട്. എടുത്തോ. എന്തോ വലിയതല്ലോ. കോലു മിഠായി. കോലുമിഠായി. ഇതിന് ഞങ്ങൾക്ക് ആട്, പശു, തവള, പോത്ത്, എന്നാ മുളക് എല്ലാം. ഇതിന് മുളക് പൊടി ചേർത്തു. ചേട്ടായി പറഞ്ഞു. ഓ, എരിഞ്ഞവിടെ ഇരിക്കും. ഇവരൊന്ന് കാണിക്കടാ. എന്നിട്ട് ഇവര് കൊതി കൊടുത്ത അടുത്തിടുവാണ് കേട്ടോ. ദൈവം 3 അടുത്ത ഉണ്ടമുളകായിരിക്കും. പഴം. ഓ, ഇച്ചിരി നല്ലതെങ്കിലും കിട്ടിയല്ലേ? ഞാൻ കൊടുക്കാം പഴം. കൊടുത്ത പഴം കൊടുക്കും. അതെ, ഇതിപ്പോ തന്നെ തിന്നണമെന്നുണ്ടോ? പുഴുങ്ങി തിന്നോ പഞ്ചസാര ഇട്ട്. ഓക്കെ, ഇനി അടുത്ത ഇട്ടോ. പഞ്ചസാര ഇട്ട് പുഴുങ്ങി തിന്നുന്നത് എത്ര നിർബന്ധമൊന്നും. അടുത്തിടുവാണേ. കേട്ടോ. എനിക്ക് കിട്ടുന്നു 4 അല്ല 5. ഞാനാ പിടിച്ച അമ്മ. ആടും പശുവൊന്നും ആവരുതേ. ആടും പശുവൊക്കെ കളഞ്ഞടി. കോഴിയായിരിക്കും മിക്കവാറും. കോഴി വരെ എനിക്കറിയത്തില്ല. പോത്തറിയാവും. പോത്തറിയില്ല. മുമ്പയാണ്. മിഠായി. എന്താടാ ഒരു ബഹുമാനം ഇല്ലാത്ത? നിനക്ക് കോലുമിഠായി നിന്നെക്കാട്ടി 1 മാസത്തിൽ മൂത്തതാ ഞാൻ. എന്നാ എന്നെ ചേച്ചിന്ന് വിളിച്ചോളാം. 1 മാസം. നിനക്ക് തന്നെ മൊത്തം മിക്കവാറും വേറെന്തേലും വന്നെ. ഇവന് കോഴി കിട്ടണം. നീ കോഴിയാടാ. ലൈസ് ശരിയല്ല. ഓക്കെ, കിട്ടിയിരിക്കുന്നു.
എന്തായാലും നിനക്ക് ആ മൂലമായിട്ട് എന്തോ സ്നേഹമുള്ള പോലെ. അടുത്തിടാം. ഇട്ടോ എടുത്തിട്ടോ. 4 ശരിയല്ല അതൊന്നുകൂടെ ഇട്ടോ. ഇത് ശരിയില്ല. വേണ്ട വേണ്ട എനിക്ക് ഇനി ഒരു പണിഷ്മെന്റ് കിട്ടണത്. അതെ കിക്കോളെ അവൻ തന്നെ അവന് പണിഷ്മെന്റ് കിട്ടണേന്നൊക്കെ. 3 കൂടെ ഉള്ളൂ. അതെ ഇത് കഴിയുമ്പോ നമ്മള് തിരിച്ചു മേടിക്കൂട്ടാ ഉള്ള കാര്യം. പൊട്ടിയല്ലടാ. ആ പൊട്ടി. അടുത്ത ഇടാം. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. തീർത്ത്. അപ്പൊ നമുക്ക് അടുത്ത ഇടാൻ നോക്കാം. ദൈവമേ ഇനിയെങ്കിലും എനിക്ക് നല്ലത് കിട്ടുന്നു. 5. ദൈവമേ പശു ആളൊന്നും കിട്ടരുതേ. ഇനി എന്തായാലും 2 പണിയാ. ഞാൻ തന്നെ പണി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കോഴി പിടയോ? കോഴിപ്പട. പിടയായിട്ട് വേണേലും പൂരായിട്ട് വേണേലും ചെയ്യാം. അമ്മേനൊക്കെ ഉണ്ടല്ലോ അമ്മ. ഇത് എന്റെ അമ്മയുടെ അല്ല, ഞാൻ മോള്. അമ്മ എഴുതിയാണ് ഗസ്തേ. കോഴി പിട പോവാ. ഇത് തന്നെ കോഴിനെ വെട്ടാൻ മേടിച്ചു വെച്ചേക്കണ. കര കോഴി വെക്കാനും ഞാൻ കോഴിയാ. കോഴീനെ അറിയില്ല, പൂച്ചേനെ മാത്രം അറിയാവുള്ളൂ എനിക്ക്. അതാണ് കോഴി. തിരിപ്പിച്ച് കൊല്ലാതടാ. ഓരേ അവസാനം എന്തേലും പണി കൊടുക്കാവന്. ഇല്ല ശരിയാവത്തില്ല. ഇങ്ങനെ അടുത്തിട്ടോ. ഡേ ആയിരിക്കണേ. 5. ഷടാ ഇത് എവിടുത്തെ പരിപാടിയാണ്? ഏത്ത ഇട്ടോ 10. 1 2 3 ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്നോ. 2 3 4 5 കാല് വരെടുക്കണ്. 6 7 8 9 ലാസ്റ്റ് 10. കൂടുതൽ മുക്കല്ലേ നിന്റെ പുറയുന്നു. അന്തം വിട്ട് കുന്തം വിഴി. പോത്തിനെയൊക്കെ കെട്ടാൻ പോണ പോലെ ഉണ്ട്. അവളെ പിടിച്ചു കേട്ടാ. നീ പോത്തല്ല. അല്ല അപ്പൊ നീ എരുമയാ. ഗൈസ്, അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു. അവനെ വന്ന് അവന്റെ അച്ഛൻ ദേ പറപ്പിച്ചോണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഉള്ള കണ്ട പണിയെല്ലാം ഞാനും ഗോപി ചേച്ചിട്ട് മേടിച്ചല്ലേ. ഉള്ള കണ്ട സാധനം എല്ലാം അവനും മേടിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞില്ലേ? അപ്പൊ പറക്കല്ലേ. ബൈ.